മൈനസ് മാർക്കൊക്കെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും ഡിഗ്രി ലെവൽ എക്സാമിന്. എന്നാൽ ഡിഗ്രി ലെവൽ എക്സാമിന് നിലവിൽ ഒരു റിസൾട്ട് മൈനസ് മാർക്കാണ് ഇപ്പോൾ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബാക്കി റിസൾട്ടുകൾ നോക്കാം. ഇന്ന് ഡിഗ്രി പ്രിലിമിനറിയിൽ കുറച്ചധികം റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1, അതുപോലെ തന്നെ സൂപ്രണ്ടൻറ്റ് സബ് ജയിലർ, അതുപോലെ തന്നെ സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ, സൂപ്പർവൈസർ ബ്രോസ്റ്റൽ സ്കൂൾ, അതുപോലെ തന്നെ ആർമർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്റ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലെക്ചറർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്റ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 494/2019 ആണ്. അപ്പോൾ ഇതിൻ്റെ പേ ഓഫ് സ്കെയിൽ വരുന്നത് 30,000 മുതൽ 65,000 രൂപ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് കണ്ടല്ലോ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് ജയിലർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള മെയിൻ ലിസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് കിടക്കാം. ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത് 50.72 ആണ് കേട്ടോ. 50.72 ആണ് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1ൻ്റെ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡിഗ്രി ലെവലിൻ്റെ തന്നെ ബാക്കിയുള്ള എക്സാംസിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. ഈ റിസൾട്ട് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1 തന്നെയാണ്. പക്ഷേ കാറ്റഗറി നമ്പർ 495/2019 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിസ്റ്റ് കണ്ടല്ലോ, ഇതിലാകെ എടുത്തിട്ടുള്ളത് ഒരാളെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഏതാണ്? 495/2019 നിലവിൽ ഈ ഒരു ലിസ്റ്റിലേക്ക് എടുത്തിട്ടുള്ളത് ഒരാളെ മാത്രമാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നതും 22.89 ആണ് ഈ ഒരു റിസൾട്ടിൻ്റെ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1ൻ്റെ മറ്റൊരു റിസൾട്ട് കൂടി നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 496/2019 എന്ന് പറയുന്ന ഈ കാറ്റഗറി നമ്പറിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിഭാസം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1ൻ്റെ 496/2019 റിസൾട്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെങ്കിൽ കണ്ടല്ലോ, ദോസ് ഹു ഹാവ് സെക്യൂർഡ് -3 മാർക്ക് അല്ലേ, -3 മാർക്ക് വാങ്ങിയവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പരീക്ഷ വിജയിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരള PSCയുടെ ഈ ഒരു അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1 എന്ന് പറയുന്ന പരീക്ഷയ്ക്കകത്ത് നടന്നിട്ടുണ്ടായിരുന്ന പ്രതിഭാസങ്ങൾ അല്ലേ. അപ്പോൾ ഈ 3 PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ CPOയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നിലവിൽ മലപ്പുറം ജില്ലയുടെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മലപ്പുറം ജില്ലയുടെ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.